ഈ മാവെന്ന് പറയുന്നത് എൻ്റെ അമ്മ പറഞ്ഞു കേട്ട കഥകളിൽ നിന്ന് തുടങ്ങി അറിവുള്ളൊരു മാവ്. പിന്നെ ഞങ്ങളൊക്കെ വലുതായ സമയത്ത് തന്നെ ഈ മാവിൻ്റെ ചുവട്ടിൽ നിന്ന് കളിക്കുകയും ഈ മാവിൻ്റെ മാങ്ങ തിന്നുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു ഒരു ഒരു പശ്ചാത്തലമുണ്ട്. എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെതും അതിന് ശേഷം എത്രയോ തലമുറകൾ, എൻ്റെ മക്കളടക്കം, പിന്നെ ഈ ചുറ്റുപാടുള്ള ഒരുപാട് കുട്ടികൾ, അതായത് നമ്മളെ വീടുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിലും കൂടി ഈ മാവ് കായ്ക്കുമ്പോൾ അതിൻ്റെ താഴെ വരികയും കളിക്കുകയും, പിന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് വീഴുന്ന മാങ്ങ എന്ന് പറയുന്നത് വളരെ ചെറിയ മാങ്ങകളാണ്. ഇത്രയും വലിയൊരു മാവിൻ്റെ മാങ്ങ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പറിക്കാൻ പറ്റുന്നൊരു മാങ്ങയല്ല, കാറ്റടിച്ച് കഴിഞ്ഞാൽ വീഴും. അപ്പോൾ ഒരു പ്രകൃതിയാലുള്ളൊരു അനുഭവമാണ് കൊട്ടക്കണക്കിന് മാങ്ങ വീഴുക, അത് പെറുക്കി തിന്നുക, വീട്ടിൽ കൊണ്ടുപോയി സന്തോഷിക്കുക, ആ ഒരു ഓർമ്മകളുണ്ട്. അപ്പോൾ ഈ മാവിനെ ഒരു 35-40 കൊല്ലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിന് ആൾക്കാർ സംശയം പറയും, തുടങ്ങുന്നുണ്ടോ, പ്രായമായില്ലേ, മുറിക്കണ്ടേന്ന്. പക്ഷെ നമ്മൾ തന്നെ ഒരു സന്തോഷത്തിലും വാശിയിലാണ് ഇങ്ങനെ നിർത്തിക്കൊണ്ടുപോയി. കഴിഞ്ഞ ഒരു 5 കൊല്ലത്തിന് മുന്നേ ഇതിൻ്റെ മുകളിൽ ഈ പുല്ലുണികൾ വരാൻ തുടങ്ങി, എത്തിക്കണ്ണി. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ആരെ കിട്ടുമെന്നൊക്കെ അന്വേഷിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് അതിന് പറ്റുന്ന ആൾക്കാരെ കിട്ടിയില്ല. മിനിമം ഒരു 150 കൊല്ലത്തെ പഴക്കം. പക്ഷേ കൂടുതൽ അടുപ്പിച്ച് പറയുകയാണെങ്കിൽ 200ഓളം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അമ്മേൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ മുത്താശ്ശി ഈ മാവിൻ്റെ മാങ്ങ കൊണ്ട് കൂട്ടുണ്ടാക്കിയ കഥകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഒരു 150നും 200 ഇടയിൽ പഴക്കമുണ്ടാകുന്ന പ്രായം ഉണ്ടാകുമെന്ന് പറയും. അങ്ങനെ ഇക്കൊല്ലം നവംബറിൽ മാവിൻ്റെ ഇലകളൊക്കെ വീണ് പോയി കഴിഞ്ഞ് സാധാരണഗതിയിൽ ജനുവരിയോടെ മാവ് ഒന്നുകിൽ തഴുക്കണം അല്ലെങ്കിൽ പൂക്കണം. ഇത് രണ്ടും നടന്നില്ല. അകപ്പാടെ ഇങ്ങനെ തരിശായിട്ട് നിൽക്കുന്ന കണ്ടപ്പോൾ ഭയങ്കര വിഷമായി. എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് ഉറപ്പിച്ചു. മാഷുമായിട്ട് ബന്ധപ്പെട്ടു. മാഷ് പറഞ്ഞ് ഏപ്രിലിൽ ചെയ്യാം, അതിന് സാധിച്ചില്ല. അങ്ങനെ മെയ്യിൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഇവിടെ ചെയ്യും. ഇതാണ് ഇതിൻ്റെ കാര്യം. അപ്പം ഇത് വളരെ ചിലവ് വരുന്നൊരു പ്രക്രിയയാണ്. ചിലവുണ്ട്. വളരെ ചിലവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഉത്തരം വേറൊരു രീതിയിലാണ്. നമ്മളെ വീട്ടിലുള്ള ഒരു പ്രായമായിട്ടുള്ളൊരു മുത്തശ്ശീന ഒരു ആരോഗ്യത്തിൻ്റെ ചെക്കപ്പിന് വേണ്ടി ഇവിടുന്ന് ഇപ്പോൾ കോഴിക്കോട് കൊണ്ടുപോയി ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് ഒരു MRI എടുത്താലുള്ള ചിലവിനെക്കാട്ടും കുറഞ്ഞ ചിലവ് ഇതിന് വരും. ആ രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. പക്ഷേ അനുയായിക്കുള്ള ഒരു ചിലവ്, അവരുടെ താമസം, യാത്ര, ഭക്ഷണം ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാലും താങ്ങാൻ പറ്റുന്നൊരു ചിലവ് തന്നെയാണെന്നുള്ളൊരു അഭിപ്രായം ഞാൻ പറയാം. അമിതമായിട്ടുള്ളൊരു ചിലവ് ഉണ്ടായിട്ടില്ല. ആവശ്യമായിട്ടുള്ളൊരു ചിലവുണ്ട്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്ന തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. അത് ഞാൻ പറഞ്ഞില്ല, ഒരു വീട്ടിലുള്ള ഒരു പ്രായമാളെ നോക്കണോ നോക്കണ്ടോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം. നോക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ചിലവ് നമ്മൾ നോക്കില്ല. അപ്പോൾ ഒരു പ്രായമായിട്ടുള്ളൊരു സ്ത്രീനെ അല്ലെങ്കിൽ ഒരു പുരുഷനെ കുറച്ച് ദൂരെ കൊണ്ടുപോയി കാണിച്ച് ഒരു അഭിപ്രായം എടുത്ത് ചികിത്സിക്കുന്നതിനേക്കാളും ചിലവ് കുറവാണ് ഇതിന്. അത്രയും ഉറപ്പിച്ച് പറയാം. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഇനി ഈ മാവ് കായ്ക്കും, അങ്ങനെ ഒരു സന്തോഷം 100% കായ്ക്കുന്നത് മാത്രമല്ല, ഈ ചുറ്റുവട്ടത്തുള്ള കുട്ടികൾക്ക് ഈ മാങ്ങ തിന്നാനുള്ള ഒരു അവസരം, ഭാഗ്യം ഉണ്ടാവണമെന്നുള്ള പ്രാർത്ഥനയും കൂടി ഉണ്ട്. എൻ്റെ മക്കളെയും അവരെ മക്കളെയും കൂടി. നമുക്കിപ്പം ആകപ്പാടെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതിനൊരു 25-50 കൊല്ലത്തെ ആയുസ് നീട്ടിക്കൊടുത്താൽ വളരെ സന്തോഷം. നമ്മൾ ആയുസ്സിൽ മാവ് നിന്ന് പോയി കഴിഞ്ഞാൽ അതൊരു വലിയ പുണ്യമായിട്ട് തോന്നുന്നു. അത്രയും.